നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അടുത്തിടെയാണ് ബിഗ് ബോസ് താരവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ബി.ജെ.പി. വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന ആക്ഷേപവും ശക്തമായത്. ഇതിന് പിന്നാലെ റോബിന്റെ ഓഡിയോ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു. ബിഗ് ബോസ് താരങ്ങളായ റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ബിസിനസ് ലക്ഷ്യം വെച്ചാണ് റോബിൻ ബി.ജെ.പിയിൽ ചേർന്നത് എന്നാണ് റോബിന്റെ ഓഡിയോ സഹിതം പുറത്തുവിട്ടുകൊണ്ട് വേദലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചത്. ഇതിനു പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ച് റോബിൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബി.ജെ.പിയുടെ നയങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നും മോദിയെ തനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ ബി.ജെ.പി. വർഗീയവാദികളാണെന്നും ഭയങ്കരമായ അത്തരം കാര്യങ്ങൾ പറയാറുണ്ടെന്നുമൊക്കെ വേദലക്ഷ്മി പുറത്തുവിട്ട ഓഡിയോയിൽ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. മുൻ ബിഗ് ബോസ് താരം വേദലക്ഷ്മിയും അബിൽ ദേവുമാണ് റോബിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പലപ്പോഴായി കടം വാങ്ങിയ പണം റോബിൻ തിരികെ നൽകിയില്ല എന്നാണ് ഇവരുടെ ആരോപണം. റോബിനെതിരെയുള്ള പുതിയ വിവാദം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിട്ടുണ്ട്. റോബിൻ ചെയ്യുന്നതെല്ലാം വെറും ഷോ ഓഫ് മാത്രമാണെന്ന് ബിഗ് ബോസ് സമയത്ത് തന്നെ തോന്നിയിരുന്നുവെന്ന് ചിലർ റെഡിറ്റിൽ കുറിച്ചു. ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അപാര കഴിവ് റോബിനുണ്ടെന്നും കടം കൊടുത്തവരും പങ്കാളി ആരതി പൊടി പോലും ആ കൺവിൻസിംഗ് പവറിൽ പെട്ടുപോകരുത് എന്നും ചിലർ കുറിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആർഭാട വിവാഹം നടത്തി റോബിൻ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അബിൽ ദേവ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ഡിസംബർ വരെ ഞാനും റോബിനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അവനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ പിറന്നാൾ ആഘോഷത്തിൽ വരെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ റോബിൻ ഓടിക്കുന്ന ഥാർ പോലും വാടകയ്ക്കെടുത്തതാണ്. ദിവസം 4000 രൂപയാണ് അതിന് ചിലവാക്കുന്നത്. ഭാര്യ വീട്ടിൽ നിന്നും കൊടുത്ത ഓഡി കാർ റോബിൻ പണയം വെച്ചു. ഭാര്യ വീട്ടിലും വലിയ പ്രശ്നം. ഓരോ തുക റോബിന് കൊടുക്കും മുൻപ് ഞാൻ ആരതി പൊടിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ആർഭാടപൂർവ്വമായിരുന്നു റോബിന്റെ വിവാഹം. അതിലും ബാധ്യത വന്നു. അനിയത്തിയുടെ വിവാഹം നടത്തിയും റോബിന് ബാധ്യത വന്നു എന്നായിരുന്നു പറഞ്ഞത്. അബിൽ ദേവിന്റെയും വേദലക്ഷ്മിയുടെയും വാർത്താ സമ്മേളനം പൂർണ്ണമായും കണ്ടവർ ദിൽഷ പ്രസന്നൻ തലനാരിഴയ്ക്ക് റോബിനിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നും ആരതിപ്പൊടി പെട്ടുപോയി എന്നും റെഡിറ്റിൽ കുറിച്ചു. റോബിനും ദിൽഷയും ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥികളായിരുന്നു. വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഹൌസിനുള്ളിൽ വെച്ച് റോബിൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ദിൽഷ 1 വർഷത്തെ സമയം റോബിനോട് ആവശ്യപ്പെട്ടു. അത്രത്തോളം കാത്തിരിക്കാനാവില്ല എന്ന് റോബിൻ അറിയിച്ചു. പിന്നാലെയാണ് ആരതിയെ റോബിൻ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. റോബിനുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറിയെന്നതിന്റെ പേരിൽ ഒരിടയ്ക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം ഏറ്റുവാങ്ങിയ ആളാണ് ദിൽഷ പ്രസന്നൻ. ആരതി പൊടി ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമാണ് റോബിനെ വിവാഹം കഴിച്ചതെന്നാണ് ഏറെയും പേർ റെഡിറ്റിൽ കുറിച്ചത്. പൊടീസ് എന്ന ആരതിയുടെ ബ്രാൻഡിന്റെ നിലനിൽപ്പിനെ പോലും റോബിന്റെ പ്രവർത്തികളും വിവാദങ്ങളും ബാധിക്കുമെന്നും ചിലർ കുറിച്ചു. ആരതി പൊടി റോബിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിശയിച്ചിരുന്നുവെന്നും റോബിനേക്കാൾ നല്ല പങ്കാളിയെ ആരതി അർഹിച്ചിരുന്നുവെന്നും കുറിച്ചവരുണ്ട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ആരതി ഒറ്റയ്ക്ക് കെട്ടിപ്പൊക്കിയതാണ് പൊടീസ് എന്ന ബൊട്ടിക്കും ക്ലോത്തിംഗ് ബ്രാൻഡും. റോബിൻ സാമ്പത്തിക തട്ടിപ്പ് വിവാദത്തിൽ ഉൾപ്പെട്ടതോടെ ആരതിയെയും ആരതിയുടെ ബിസിനസിനെയും ആളുകൾ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഇനിയും റോബിനൊപ്പം തുടർന്നാൽ ആരതിക്കെല്ലാം കൈവിട്ടു പോകുമെന്ന് കുറിച്ചും ചിലർ എത്തി. റോബിൻ വരും മുൻപ് തന്നെ ആരതി സക്സസ്ഫുള്ളായ സംരംഭക തന്നെയായിരുന്നു. ഇതിനിടയിൽ റോബിൻ രാധാകൃഷ്ണനെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പിൽ ആരതി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും ചർച്ചയായി മാറിയിരുന്നു. ഇത് അബിലും റോബിനും തമ്മിലുള്ള പ്രശ്നമാണെന്ന് അത് അവർ തന്നെ സ്വയം പരിഹരിക്കണമെന്നും ആരതി ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു. തന്നെയോ തന്റെ ബ്രാൻഡിനെയോ വിഷയത്തിൽ വലിച്ചിഴക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മി, ഫാഷൻ ഡിസൈനർ അബിൽ ദേവ് എന്നിവരാണ് റോബിൻ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി നൽകിയത്. വേദലക്ഷ്മിക്ക് 8 ലക്ഷം രൂപയും അബിൽ ദേവിന് 40 ലക്ഷത്തോളം രൂപയും റോബിൻ നൽകാനുണ്ടെന്നുമാണ് പെരുമ്പാവൂർ പോലീസിൽ നൽകിയ പരാതി. തങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നുവെന്ന് റോബിൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ഇൻസ്റ്റാ പോസ്റ്റുമായി ആരതി പൊടി രംഗത്തെത്തിയത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ഇത് അഭിലും റോബിനും തമ്മിലുള്ള പ്രശ്നമാണ്. അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വയം പരിഹരിക്കണം. എന്നെയോ എന്റെ ബ്രാൻഡിനെയോ ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. എന്റെ വീഡിയോകൾ ലക്ഷ്മി മനഃപൂർവ്വം ഉപയോഗിക്കുകയും എന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയുമായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ പേരും ബ്രാൻഡും ഉപയോഗിച്ച് തെറ്റായ വിവരണം സൃഷ്ടിക്കുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാനാവില്ല. മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കും. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഒന്നല്ല എന്റെ ബ്രാൻഡ്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണിത്. എന്നെ ബാധിക്കാത്ത കാര്യങ്ങളിലേക്ക് എന്റെ പേര് വലിച്ചഴിച്ച് എന്റെ ബിസിനസിനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. എന്റെ നിശബ്ദതയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. എന്റെ പേരിനെയും ബ്രാൻഡിനെയും ഞാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ സംരക്ഷിക്കുമെന്നായിരുന്നു ആരതി പൊടി പങ്കുവച്ചത്.
അതുകൂടാതെ കഴിഞ്ഞ ദിവസം ആരതി പങ്കുവച്ച മറ്റൊരു പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു. ഭൂമി കുലുങ്ങുമ്പോഴും അടിപതറാതെ നിൽക്കാൻ അവൾ പഠിച്ചു. ഈശ്വരന്റെ കരങ്ങളിൽ അഭയം തേടി. ദേവി ശക്തിയെ നെഞ്ചിലേറ്റുന്നവളാണ് യഥാർത്ഥ ശക്തയായ സ്ത്രീയെന്നാണ് ആരതി കുറിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളും മറ്റ് വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. നിരന്തരം സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും ദമ്പതികൾക്ക് നേരെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആരതിയുടെ ഈ പുതിയ പോസ്റ്റ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ആരോപണം ഉന്നയിക്കുന്നവർക്കുള്ള പരോക്ഷമായ മറുപടിയാണോ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം ആരതിയും റോബിനും തമ്മിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപൊരിക്കൽ വന്ന വാർത്തകളും അതിന് റോബിൻ നൽകിയ മറുപടിയും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. അടുത്തിടെയായി അത്ര ആക്റ്റീവ് അല്ല ആരതി. ഇതോടെയായിരുന്നു ഇരുവരും പിരിഞ്ഞോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പമായിരുന്നു പൊടിയെക്കുറിച്ചും റോബിൻ സംസാരിച്ചത്. കുണ്ടറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായാണ് റോബിൻ മത്സരിക്കുന്നത്. പണ്ടത്തെ പോലെ എനിക്ക് ഇപ്പോൾ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയാണ്, ചിലരൊക്കെ കാറിലിരുന്ന് പറയും, നമ്മൾ ചെയ്ത് കാണിക്കും. എന്നെ റെക്കമെൻഡ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. ഹാർഡ് വർക്കിലൂടെ ഞാൻ നേടിയെടുത്തതാണിത്. ബിഗ് ബോസിൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടണമെന്നില്ല. അതിൽ സ്നേഹമായിരുന്നു. ഇയാളെ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ വോട്ട് കിട്ടും. ന്യൂസ് ടുഡേ അഭിമുഖത്തിലായിരുന്നു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് റോബിൻ അന്ന് സംസാരിച്ചത്. എന്ത് കാര്യം നടക്കണമെങ്കിലും കേന്ദ്രത്തിനോട് ഈസി ആക്സസ് ഉണ്ട്. പൊടി വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കേണ്ട, ഫുൾ ഇങ്ങനെ കൂടെ നടക്കണ്ടേ, വരേണ്ടതാണ്. എന്തായാലും ഞാൻ ഒരു ദിവസം വിളിക്കുന്നുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ. ഞാൻ എന്താണ് അനുഭവിച്ചത് എന്ന് ഒന്ന് വന്ന് കാണട്ടെ. എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാറുണ്ടെന്നായിരുന്നു അന്ന് റോബിൻ പറഞ്ഞിരുന്നത്. അതേസമയം റോബിൻ രാധാകൃഷ്ണനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ വേദലക്ഷ്മിയും തമ്മിലുള്ള പോര് കനക്കുകയാണ്. തനിക്കെതിരെ ഉയരുന്ന ഹവാല, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണങ്ങൾക്കെതിരെ കൃത്യമായ കണക്കുകൾ നിരത്തി മറുപടിയുമായി റോബിൻ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തികച്ചും സുതാര്യമാണെന്നും കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ടിലൂടെ 5,44,00,000 രൂപയുടെയും HDFC ബാങ്ക് അക്കൗണ്ടിലൂടെ കഴിഞ്ഞ 6 മാസത്തിനിടെ 1,10,00,000 രൂപയുടെയും ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആകെ 6,50,00,000 രൂപയുടെ ഇടപാടുകളാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇതിലൊന്നും തന്നെ യാതൊരുവിധ ഹവാലയോ നിയമവിരുദ്ധ പണമിടപാടുകളോ ഉൾപ്പെട്ടിട്ടില്ല എന്നും റോബിൻ മറുപടി നൽകിയിരുന്നു. അതേസമയം 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബിൻ കേവലം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് പാർട്ടിയിലെത്തിയതെന്ന ഗുരുതര ആരോപണമാണ് വേദലക്ഷ്മി ഉന്നയിച്ചത്. ഇതിനു പുറമെ BJP പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും പറ്റി റോബിൻ നിഷേധാത്മകമായി സംസാരിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വാട്സ്ആപ്പ് വോയിസ് ക്ലിപ്പും വേദ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണെന്നും വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളെ നേരിടാൻ റോബിൻ തയ്യാറായിക്കൊള്ളൂ എന്നുമാണ് വേദ മുന്നറിയിപ്പ് നൽകിയത്. ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം മുഴുവൻ തിരികെ നൽകിയ ശേഷമേ റോബിൻ മറ്റുള്ളവരോട് സംസാരിക്കാവൂ എന്നും ഈ വിഷയത്തിൽ നിന്ന് ഇനി റോബിനെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ സാധിക്കില്ല എന്നും വേദലക്ഷ്മി പറയുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.